ഹേ ഗായ്സ്, ഇന്നൊരു ട്രാവലിംഗ് വ്ളോഗാണ്. ഇന്ന് ഞങ്ങളെല്ലാവരും ഊട്ടിക്ക് ട്രിപ്പ് പോവാണ്. ഒരു വൺ ഡേ ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. സോ ഞങ്ങൾക്ക് ടൈം വൈസ് നോക്കുകയാണെങ്കിൽ ലിമിറ്റഡ് ആണ്. ഞങ്ങൾക്ക് കുറച്ച് സമയം കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കറങ്ങാനായിട്ടുണ്ട്. രാത്രി 10 മണിക്കാണ് ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ വെളുപ്പാങ്കാലത്തോടു കൂടിയാണ് ഊട്ടിയിലേക്ക് എത്തുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ ഞാൻ പോയി റെഡി ആവട്ടെ. അച്ഛനാണ് എന്നെ കൊണ്ടുവന്നാക്കണേ. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി. ആസ് യൂഷ്വലി ആരും വന്നിട്ടില്ല. മിസ്സുമാരൊക്കെ ഭയങ്കര തിരക്കിലാണ് ടൂർ പോകാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാനായിട്ട്. അങ്ങനെ കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴേക്കും പിള്ളേരൊക്കെ വന്നു, ശാലിനിയും വന്നു. പക്ഷേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തെങ്കിലും ബസ് വന്നു. വണ്ടിയുടെ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവരാണ് ഞങ്ങൾക്ക് ഈ ടൂർ ഓർഗനൈസ് ചെയ്ത് തന്നത്. സോ അടിപൊളിയാണ് ഇവരുടെ ആ ഒരു പാക്കേജും സംഭവങ്ങളും. ഞങ്ങൾക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ബസ്സിൽ കയറിയത് ഞങ്ങൾ ഡാൻസ് തുടങ്ങി. എല്ലാവരും ഒരേ പൊളി. ഒരു റീൽ എടുക്കാന്നും പറഞ്ഞിട്ട് ഉറങ്ങണതാണ്. ഞാൻ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള അഭിനയമാണ്. എല്ലാവരും മരിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിരി വരാത്ത രീതിയിലൊക്കെയാണ് ഉറങ്ങണത്. ഡാൻസ് കളിച്ച് വന്നപ്പോഴേക്കും ശാലിനിക്ക് ഭയങ്കര വിശപ്പായി. അവളുടെ ചിപ്സും സംഭവങ്ങളൊക്കെ എടുത്ത് തിന്നാൻ തുടങ്ങി. കുറച്ചൊക്കെ ഞാനും എടുത്ത് തിന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങുകയും ചെയ്തു. കേരളം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് ബസ് കടന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് പോലീസ് ചെക്കിങ് ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അവർ വന്നു. ഓൾറെഡി ഞങ്ങളുടെ വണ്ടിയിൽ 3 ക്യാൻ മിനറൽ വാട്ടറാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി അപ്പോൾ എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൽക്കഹോൾ സംതിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ടെസ്റ്റ് നോക്കാനായിരിക്കണം അവർ വന്നിട്ടുണ്ടാവുക. ബട്ട് അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരാണെങ്കിൽ ഞങ്ങളുടെ ബാഗ് എല്ലാവരുടെയും ബാഗ് ചെക്ക് ചെയ്ത് നോക്കി. പിന്നെ അമ്മമാരുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഫുഡും അതിനകത്ത് ഫ്രൂട്ടി സംഭവം അതും കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു വേഗം കാലിയാക്കണം, ഇങ്ങനെ പ്ലാസ്റ്റിക് കുപ്പി കടത്തിവിടത്തില്ല, അതിലുള്ള സംഭവങ്ങളൊന്നും കടത്തിവിടത്തില്ല എന്നും പറഞ്ഞ് ഫൈൻ അടപ്പിച്ചു. ക്യാൻ അടക്കം അവർ കൊണ്ടുപോയി. ബട്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോഴാണ് ആ പ്രശ്നം. അവരുടെ നാട്ടിൽ നിന്ന് അത് മേടിക്കുമ്പോൾ മേ ബി പ്രശ്നമില്ലായിരിക്കാം. സോ ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. അത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവുന്നത്. പിന്നെ നമ്മളുടെ കേരളത്തിലേക്കാണെങ്കിലും തമിഴ്നാട്ടിൽ നിന്നും പല സ്റ്റേറ്റിൽ നിന്നും ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. സോ അപ്പോഴൊന്നും ഇങ്ങനത്തെ ഒരു ചെക്കിങ് ഇതുവരെ അങ്ങ് കണ്ട് കേട്ട് പരിചയമൊന്നും ഇല്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. എനിവേ എന്തെങ്കിലും ആവട്ടെ. പങ്കാലായപ്പോഴേക്കും ഊട്ടിയിലെത്തി. അങ്ങനെ ഞങ്ങളൊരു റൂം എടുത്ത് ഒരു 3-4 മണിക്കൂറിന് വേണ്ടി മാത്രമാണ് ഫോർ ഫ്രഷപ്പിന് വേണ്ടിയിട്ട്. ഞാൻ റൂമിലേക്ക് കടന്ന് ചെന്നപ്പോഴേക്കും ഓൾറെഡി ബെഡിലൊക്കെ നിറഞ്ഞ ആൾക്കാർ. നല്ല തണവുണ്ടായിരുന്നു. അപ്പോൾ ആ തണുക്കുന്ന സമയത്ത് ഞാൻ ഒരു പൊടി എടുത്തിട്ട്. അപ്പോൾ നമ്മളുടെ Day 1 ഇവിടെ തീരുവാണ്. Day 2 വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലായിരിക്കും. ഓക്കെ, ബൈ.